കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്യുമ്പോൾ ഇതുപോലെ ക്രാക്സ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ക്രാക്ക് വീഴാൻ മെയിനായിട്ട് 3 റീസൺസ് ആണ് ഉള്ളത്. അത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലെ ഈർപ്പത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രിഡ്ജ് എഫക്റ്റ് എന്ന് പറയാം. ഫ്രിഡ്ജിലെ തണുത്ത എയർ വളരെ ഡ്രൈ ആണ്. ഇത് കേക്കിൻ്റെ ഔട്ടർ ലെയറിലെ ക്രീമിൻ്റെ മോയ്സ്ചർ വലിച്ചെടുക്കും. ഇതുകൊണ്ട് മോയ്സ്ചർ നഷ്ടപ്പെടുന്ന കേക്ക് ചുരുങ്ങാൻ തുടങ്ങും. അതുകൊണ്ടാണ് കേക്കിൻ്റെ ഔട്ടർ ലെയറിൽ ക്രാക്സ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെയുള്ള കേക്ക് നമ്മൾ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് താപനില വ്യത്യാസം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഷോക്ക്. ട്രഫിൾ കേക്ക് എന്ന് വളരുന്നത് വളരെ ഡെൻസാണ്. ഇത് തണുത്തു കഴിയുമ്പോൾ ചെറുതായിട്ട് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. കേക്കിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ തണുക്കുന്നതിന് മുമ്പ് തന്നെ പുറത്ത് വിപ്പിംഗ് ക്രീം തേച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കേക്ക് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ ക്രീമുകളുടെ ലെയറുകൾക്കിടയിൽ ഫോഴ്സസ് അനുഭവപ്പെട്ടിട്ട് വിള്ളലുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി കേക്ക് നന്നായിട്ട് സെറ്റായതിനു ശേഷം, അതായത് തണുത്ത് സെറ്റായതിനു ശേഷം മാത്രമേ ഔട്ടറിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്യാവുള്ളൂ. ഇതെന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ക്രീം, അതായത് ഒരുപാട് എയർ ബബിൾസ് ഒന്നും കൊടുക്കാതെ കറക്റ്റായിട്ട് സ്റ്റെബിലിറ്റി ഉള്ള, അത് ഓവർ വിപ്ഡ് ഒന്നും ആവാത്ത നല്ല ക്രീം വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ 3 റീസൺ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് റീസൺസ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്സ് വീഴാതെ നമുക്ക് കേക്ക് സേഫ് ആക്കാം. ഈ കേക്കിൽ ക്രാക്ക് വീഴാൻ മെയിൻ കാരണം രണ്ടാമത്തെ റീസൺ തന്നെയാണ്. അധികം സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഔട്ടർ ക്രീം കവർ ചെയ്തെടുത്തു. പിന്നെ ഔട്ടറിൽ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ക്രാക്സൊക്കെ വർക്കൊക്കെ വെച്ച് നമ്മൾ കവർ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.